എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, മിറാഷ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിലെ നായകൻ. IFKയിൽ വന്ന സിനിമയാണ് പാൻ ഇന്ത്യൻ സ്റ്റോറി. ഇപ്പോൾ ഇതേ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കാണ് പാൻ ഇന്ത്യൻ സ്റ്റോറിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരെ കാണാൻ നോക്കിയിരിക്കുന്ന സിനിമയാണ് തങ്കമണി. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും OTTയിൽ വരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദിലീപും ഇതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണിയിൽ പറയുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് OG എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് OG. പവൻ കല്യാണാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ മാസം ലാസ്റ്റോടുകൂടി OG സിനിമ OTT റിലീസ് ചെയ്തേക്കും. മലയാളം ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. OTT അവകാശം വിറ്റുപോകാതെയല്ല സിനിമ ഇറക്കാത്തത്. നേരത്തെ തന്നെ C5 OTT വാങ്ങിച്ചതാണ്. പക്ഷേ അവർ സിനിമ റിലീസാക്കുന്നില്ല. കാരണങ്ങൾ വ്യക്തമല്ല. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇതാ ഒക്ടോബർ മാസം 15 മുന്നേ ബസൂക്ക സിനിമ C5ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാന്താര സിനിമ ഇറങ്ങിയത്. എല്ലായിടത്തുനിന്നും പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് കാന്താര സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ 1000 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അത്രയും മികച്ച വിഷ്വൽ ട്രീറ്റാണ് കാന്താര സിനിമ ജനങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. റെക്കോർഡ് തൂക്കിയാണ് കാന്താര സിനിമയുടെ OTT വിറ്റുപോയതെന്നാണ് റിപ്പോർട്ട്. നവംബർ മാസത്തിലായിരിക്കും കാന്താര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മിറാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, അപർണ ബാലമുരളിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ സിനിമയിലുണ്ട്. നല്ല അഭിപ്രായമാണ് മിറാഷ് സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ മിറാഷ് സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. എന്നാലും OTTയിൽ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുറെ കാലമായിട്ടും ബാന്ദ്രയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് വരുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടിയായിരിക്കും ഫാർമ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിക്കാണുന്ന സിനിമയാണ് വേല. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഷൈനികം സണ്ണി വെയിനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതുവരെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയി പറയുന്നത് ഒക്ടോബർ മാസം 20 മുന്നേ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്നാണ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ കൂടുതൽ കയ്യടി നേടിയത് കല്യാണിക്കാണ്. മികച്ച അഭിനയമാണ് കല്യാണി ലോക സിനിമയിൽ കാഴ്ചവെച്ചത്. 30 കോടി ബഡ്ജറ്റ് ഇറക്കി 300 കോടിക്ക് അടുത്ത് കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലോക സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ മാസം ലോക സിനിമ റിലീസാക്കില്ലെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നെറ്റ്ഫ്ലിക്സ് വലിയ തുകയാണ് ലോക സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദുൽഖർ സൽമാൻ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം മാത്രമേ ലോക സിനിമ OTTയിൽ വരുമെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഒരുപക്ഷെ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ആഭ്യന്തര കുറ്റവാളി നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ സിനിമയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 15-നായിരിക്കും ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.